ഹലോ നമസ്കാരം. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അവന്തികയുടെ നിശ്ചയം മുടങ്ങിയതിൽ നാഗേന്ദ്രനും അവന്തികയ്ക്കും നല്ല വിഷമമുണ്ട് കേട്ടോ. അത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാണ്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, അത് സംശയമല്ല, അത് സത്യമാണ്. ഇപ്പോൾ നിശ്ചയം മുടങ്ങിയിൽ ഏറ്റവും സന്തോഷം ആർക്കാണെന്ന് അച്ഛൻ അറിയുമോ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അനിയേട്ടനാണ്. അനിയേട്ടൻ ഞാൻ ഇന്നലെ സംസാരിക്കാൻ പോയപ്പോൾ ഉള്ളി ഒതുക്കിയിട്ടാണ് സംസാരിച്ചതെന്ന് പറയാണ്. എന്നിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് അങ്ങനെ തന്നെയാണ് മോളെ, പെണ്ണ് അസ്ഥിക്ക് പിടിച്ചാൽ അങ്ങനെ തന്നെയാണെന്ന് പറയാണ്. ഇപ്പോൾ എല്ലാവരും അവിടെ ഫുട്ബോൾ പ്രേമികളല്ലേ, ഇപ്പോൾ എല്ലാവരും ഫുട്ബോൾ കളി കാണുകയല്ലേ എന്ന് പറയാണ്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, അതേ മുത്തശ്ശനും പോലും ഫുട്ബോൾ കളിയാണ് ഇപ്പോൾ കാണുന്നതെന്ന് പറയാണ്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മൂർത്തിക്ക് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്, അർജൻറ്റീന ഫാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നന്ദുവിനെ ആട്ടോ കാണിക്കുന്നത്. നന്ദു ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നന്ദു ആണല്ലോ മുത്തശ്ശനെ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, നിശ്ചയം നടത്താൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ വീട്ടിൽ ചെന്നാൽ അച്ഛനമ്മ എന്തായാലും വഴക്ക് പറയുമെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് നന്ദുവിനെ അനി വിളിക്കുന്നത്. അനി വിളിച്ചിട്ട് പറയുന്നുണ്ട്, താങ്ക് യു നന്ദു, ഇങ്ങനെ കൃത്യസമയത്ത് നിശ്ചയം മുടക്കിയതെന്ന് പറയാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതില്ല, ഇങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് പറയാണ്. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, എന്നെപ്പോലെ നീയും നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ, ഇന്നലെ ഉറങ്ങിയിട്ട് വരെ ഉണ്ടാവില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ആര് പറഞ്ഞു, ഞാൻ നന്നായിട്ട് ഉറങ്ങി. നന്ദു പറയുന്നുണ്ട്, നിൻ്റെ പ്രാർത്ഥനയായിരിക്കും, ഇന്നലെ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചില്ലേ, ഒന്ന് ഉറങ്ങിയിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഇനി വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ ഫോൺ വെക്കുക എന്നിട്ട് ഫോൺ വെക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അവർ രണ്ടാളും സംസാരിക്കുന്നുണ്ട്. ഇനി നന്ദുവിനെ ഒന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ പാടില്ല, ഞാനുള്ളതല്ല അപ്പോൾ തുറന്ന് പറയാറുണ്ട്, നന്ദുവിൻ്റെ അച്ഛനാണ് ഒന്നും പറയാത്തത്, ഇത്തവണ ഒന്നും വിട്ടുകൊടുക്കാൻ പാടില്ല, എന്തായാലും നല്ല വഴക്ക് പറയണം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദു വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ രണ്ടാളും ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, ആദർശം നയനും വന്നതിന് ശേഷം എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു, അത് നീ ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, അമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്കറിയാം, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തതെന്ന് പറയാണ്. അന്നേരം നന്ദുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്ത് ഡ്യൂട്ടി, ഇതൊക്കെയാണ് ഡ്യൂട്ടി എന്ന് പറയാണ്. എന്നിട്ട് നന്ദുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അന്ന് ആദർശ് വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയതല്ലേ, നിൻ്റെ അമ്മ അവന്തിക്ക് വാക്ക് കൊടുത്തതാണ്, അവരുടെ കാര്യത്തിൽ നീ ഇടപെടില്ല എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയാൽ ഞാൻ ഇടപെടും, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാണ്. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, അത് നിശ്ചയം കഴിഞ്ഞിട്ടാവാലോ, അതെന്തിനാ മുന്നേ വിളിച്ചു പറഞ്ഞതെന്ന് പറയാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അനിയെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മയും അച്ഛനും വീണ്ടും വീണ്ടും നന്ദുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇനി ഈ കുറ്റപ്പെടുത്തൽ കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ, ഞാൻ ഇറങ്ങി പോവാമെന്ന് പറയാം കേട്ടോ. എന്നിട്ട് നന്ദുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, എവിടെയെങ്കിലും ഇറങ്ങി പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട്, കനകയെ അവളെ തിരിച്ച് വിളിക്കുമെന്ന് പറയാണ്. അന്നേരം കനക പറയുന്നുണ്ട്, അവളെ എവിടെയെങ്കിലും പോയാൽ ഒരു 2 ദിവസം എവിടെയെങ്കിലും നിന്നിട്ട് വരുമായിരിക്കും, പക്ഷേ ഒന്നും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു ഇറങ്ങി പോവാട്ടോ. പിന്നെ കാണിക്കുന്നത് ആദർശിൻ്റെ അമ്മയാട്ടോ. അമ്മ ആദർശിന് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, ഈ നാഗേന്ദ്രനും മുത്തശ്ശനും തമ്മിൽ എന്താ ഈ ശത്രുത, ഇത്രത്തോളം ആയില്ലേ, എല്ലാ കാര്യങ്ങളും ഇനിയെങ്കിലും അറിയേണ്ടതെന്ന് പറയാണ്. അന്നേരം അമ്മ പറയുന്നുണ്ട്, എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, വലിയച്ഛനും അച്ഛനും കാര്യമായിട്ടൊന്നും അറിയില്ല എന്ന് പറയാണ്. പിന്നെ എനിക്കൊരു ശങ്കരേട്ടനെ അറിയോ, ശങ്കരേട്ടൻ നമ്മളെ ആനിവേഴ്സറിക്കൊക്കെ വന്നിട്ടുള്ള ആ ശങ്കരേട്ടനെ അറിയോ, മുന്നേ നമ്മളെ ജ്വല്ലറിയിൽ ഉണ്ടായതാ, നല്ല വിശ്വാസിയാണ്, അച്ഛന് ഇപ്പോഴും അവർക്ക് സാമ്പത്തിക സഹായങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട് എന്ന് പറയാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അറിയാമെന്ന് പറയാണ്. അന്നേരം അമ്മ പറയാണ്, നീ ശങ്കരേട്ടനെ ഒന്ന് കണ്ടു നോക്ക്, ശങ്കരേട്ടനെ എല്ലാ കാര്യങ്ങളും അറിയാം, നീ ഒന്ന് പോയി നോക്കുമെന്ന് പറയാണ്. അന്നേരം ആദർശ് പറയാണ്, എന്നാൽ ശരി ഞാൻ ഒന്ന് കണ്ടു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശങ്കരേട്ടൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. എന്നിട്ട് അവരെ മകളാ തോന്നുന്നു ഡോറ് തുറക്കുന്നുണ്ട്. അങ്കിളില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, പണിപ്പുരയിലുണ്ട് എന്ന് പറയണം. അന്നേരം ആദർശ് പറയുന്നത്, വേണ്ട ഞാൻ വിളിക്കേണ്ട, ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ശങ്കരേട്ടനെ കാണാൻ പോകുക. എന്നിട്ട് കണ്ട ഉടനെ റെസ്പെക്റ്റ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ശങ്കരേട്ടൻ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോൻ വന്നേ, വിളിച്ചായിരുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരായിരുന്നില്ലേ എന്ന് പറയാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങോട്ട് വന്ന് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നേന്ന് പറയാണ്. അങ്കിൾക്ക് ഇപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടോ, ചെയ്ത് തീർക്കേണ്ട പണി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുകയാണ്. അന്നേരം അങ്കിൾ പറയുന്നുണ്ട്, പണി ഉണ്ടായാലും സാരമില്ല, മോന് വേണ്ടിയിട്ട് ഞാൻ ആ പണിയെല്ലാം മാറ്റി വയ്ക്കും, മോൻ എന്താ വേണ്ടതെന്ന് പറയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എനിക്ക് ഒരു പഴയകാല കാര്യങ്ങളാണ് അറിയേണ്ടതെന്ന് പറയാണ്. ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാമെന്ന് പറയാണ്. അന്നേരം അങ്കിൾ പറയുന്നുണ്ട്, എന്നാൽ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പുറത്ത് പോയി സംസാരിക്കാൻ തുടങ്ങുക കേട്ടോ. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, മോൻ എന്താ അറിയേണ്ടതെന്ന് പറയാണ്.
അന്നേരം ആദർശ് പറയുന്നുണ്ട് എനിക്ക് നാഗേന്ദ്രനെ കുറിച്ച് അറിയണം, നാഗേന്ദ്രൻ എന്താണ് മുത്തശ്ശനോട് ചെയ്തതെന്ന് അറിയണം എന്ന് പറയാണ്. എന്നിട്ട് അങ്കിൾ പറയുന്നുണ്ട് ജലജയെ എടുത്തു വളർത്തിയതാണെങ്കിലും ജലജയെ സ്വന്തം മകളെ പോലെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും നോക്കിയതെന്ന് പറയാണ്. ജലജയ്ക്ക് മുകളിൽ എല്ലാ ആൺകുട്ടികളായതുകൊണ്ട് ജലജയെ ഒരു കുറവും കൂടാതെയാണ് നോക്കിയത്. അതുകൊണ്ട് തന്നെ കല്യാണപ്രായമായപ്പോൾ നല്ല സുന്ദരനായ ആളെയാണ് മൂർത്തി സാറ് ജലജയ്ക്ക് വേണ്ടി നോക്കിയതും. അതുകൊണ്ടാണ് നാഗേന്ദ്രൻ ആ വീട്ടിലേക്ക് കയറി വന്നതെന്നും പറയാണ്. നാഗേന്ദ്രൻ നല്ല ആളായിരുന്നു, നല്ല ബിസിനസ് മൈൻഡായിരുന്നു. മൂർത്തീസ് ജ്വല്ലറി പടിപടിയായി കയറിയത് നാഗേന്ദ്രൻ വന്നതിന് ശേഷമാണെന്ന് അങ്കിള് ആദർശിനോട് പറയുന്നുണ്ട് കേട്ടോ. ഇത് ആദർശ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് സംഭവിച്ചത്, പിന്നെ എങ്ങനെയാണ് ശത്രുക്കളായി മാറിയെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അങ്കിളെ എല്ലാ കഥകളും ആദർശിനോട് പറയാൻ തുടങ്ങി കേട്ടോ. പിന്നീട് അവരുടെ പഴയകാല കഥകളാട്ടോ കാണിക്കുന്നത്. മൂർത്തിയും നാഗേന്ദ്രനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നാഗേന്ദ്രനോട് പറയുന്നുണ്ട് മുത്തശ്ശൻ ഇപ്പോൾ നമ്മുടെ ജ്വല്ലറി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേങ്കിൽ അത് പോരാ, ഇനിയും കയറാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മാല കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഈ മാല ഇതുവരെ കണ്ടിട്ടില്ല, ഇത് ഇവിടുത്തെ ഒന്നും അല്ലല്ലോ എന്ന് പറയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല ഇത് ജപ്പാൻ്റെ ആണ് എന്ന് പറയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് നിനക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് പറയാണ്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട് പിന്നെന്താ, ഇത് വേണമെങ്കിൽ ഒരു എക്സിബിഷൻ തന്നെ വെക്കാമെന്ന് പറയാണ്. എൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ, ആവശ്യം വരുമ്പോൾ നീ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.